ഇനി അടുത്തത് റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 4 നമ്പേഴ്സ്. 4 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 4 നമ്പേഴ്സ് റീഡ് ചെയ്യണം, അതിനുശേഷം അതിൻ്റെ സമ്മ് കാണണം, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണണം, എന്നിട്ട് ആവറേജ് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മളതിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h void main, എന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. നമുക്ക് എന്താ ആദ്യം തന്നെ റീഡ് ചെയ്യണം 4 നമ്പേഴ്സ്. ദാറ്റ് ഈസ് സ്കാൻഎഫ്. 4 നമ്പേഴ്സും ഒരുമിച്ച് റീഡ് ചെയ്യാം. %d 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 ആംബസൻഡ് a ആംബസൻഡ് b ആംബസൻഡ് c ആംബസൻഡ് d. ഞാൻ 4 ഒരുമിച്ച് റീഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, സമ്മും ആവറേജും കൂടി ഞാൻ ഒരുമിച്ച് കാണാം. ഓക്കെ, ദാറ്റ് ഈസ് ആവറേജിന് ഞാൻ AVG എന്ന് കൊടുത്തു. AVG ഈസ് ഈക്വൽ ടു a + b + c + d പാരന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുക /2. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിൻ്റ് ആവറേജ് ഈസ് %d, AVG. ഇവിടെ ഒരു സംഭവം വരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ വാല്യൂസ് വരാം. ഓക്കെ, ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 2 + 3 + 6 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 14 അല്ല, 4 + 2 + 3 + 6 ദാറ്റ് ഈസ് 15/2 വരുമ്പോൾ 7.5 വരണം. അങ്ങനെ 7.5 വരണമെങ്കിൽ നമ്മളുടെ ഈ AVG എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റിലായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് 7 ആയിരിക്കും അതിൻ്റെ വാല്യൂ കിട്ടുക. സോ AVG എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ %d ഉള്ളത് %f ആക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മളോട് ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ int ABCD അതൊക്കെ. ഇനി ഫ്ലോട്ട് FLOAT ഫ്ലോട്ട് ഫ്ലോട്ട് AVG. ഓക്കെ, ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, printf enter the numbers. ഓക്കെ, അപ്പോൾ ABCD ഡിക്ലെയർ ചെയ്തു, ആവറേജ് എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റിൽ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് 4 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം ABCD ഓരോന്നിൻ്റെ അഡ്രസ്സിലേക്ക് റീഡ് ചെയ്തു. എന്നിട്ട് ആവറേജ് കാണാൻ a + b + c + d /4 ആണ് കേട്ടോ. സോറി, 4 ആണ്. 4 നമ്പേഴ്സിലുണ്ട് /4, എന്നിട്ടത് പ്രിൻറ്റ് ചെയ്യുക. സോ ഇതാണ് ആവറേജ് ഓഫ് 4 നമ്പേഴ്സ് എന്നുള്ളത്.